അത് നമ്മുടെ അപ്പർ ബോഡി വർക്കൗട്ടാണ്. ഫസ്റ്റ് അപ്പർ ബോഡി വർക്കൗട്ട്. അതിൽ വരണത് വെയ്റ്റഡ് ചിന്നപ്പും അതിൻ്റെ ഒപ്പം തന്നെ ക്ലോസ് ഗ്രിപ്പ് പുൾ ഡൗൺ ആണ്. അല്ലെങ്കിൽ വെയ്റ്റഡ് ചിന്നപ്പ് അല്ലെങ്കിൽ ക്ലോസ് ഗ്രിപ്പ് പുൾ ഡൗൺ. സൂപ്പർ സെറ്റായിട്ട് അതിൻ്റെ ഒപ്പം വരുന്ന വർക്കൗട്ട് ബാർബൽ മിലിറ്ററി പ്രസ്സാണ്. അപ്പോൾ ഞാൻ അത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സൂപ്പർ സെറ്റാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യ സെറ്റ് 8, രണ്ടാം സെറ്റ് 8, അങ്ങനെ 4 സെറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ചിന്നപ്പ് നോർമലി ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഒരു മിനിറ്റ്. ചിന്നപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ പൊങ്ങാം. അതിനായിട്ടും കൂടുതൽ നമുക്ക് ഒന്നും കൂടി ലാറ്റ് ഫോക്കസ് ചെയ്യണം. നമ്മുടെ കക്ഷത്തിൻ്റെ അടിഭാഗത്ത് മസിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ പുറത്തേക്ക് വൈഡായിട്ട് എടുക്കുക. എന്നിട്ട് പിടിച്ചിറങ്ങുക. ബോളിക്ക് മുമ്പ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിടിച്ചിറങ്ങുക. ഇതാണ് ഫസ്റ്റ് വർക്കൗട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നേരെയും പൊങ്ങാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന സൂപ്പർ സെറ്റ് വർക്കൗട്ടാണ് മിലിറ്ററി പ്രസ്. നിങ്ങൾക്ക് മിലിറ്ററി പ്രസ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ കുറച്ചകലം വയ്ക്കുക. നേരല്ല, കുറച്ചകലം, ഒരു തരി ജോയിൻറ്റിൻ്റെ അപ്പുറം വരുന്ന രീതിയിൽ കേട്ടോ. എന്നിട്ട് നേരെ മോളിക്ക് പൊക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. മെല്ലെ പിടിച്ചിറക്കുക. മോളിക്ക് മുമ്പ് ശ്വാസം വിടുക. ഇറക്കുമ്പോൾ ശ്വാസം വിടുക. ഇത് 4 സെറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്യാൻ പോണത് മീഡിയം ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ ആണ്. അത് പീക്ക് ഡബിൾ കോൺട്രാക്ഷൻ ആണ്. പീക്ക് ഡബിൾ കോൺട്രാക്ഷൻ ഞാനൊരു മീഡിയം വെയിറ്റ് മീഡിയത്തിന് മേലെ ഇടാം നിങ്ങൾക്ക്. മീഡിയം ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ ക്ലോസ് അല്ല, അതിൻ്റെ അപ്പുറം വരുന്ന രീതിയിൽ കേട്ടോ. ഓവർ വൈഡ് അല്ല പിടിക്കണം. ഇത്രയും ഇതും വൈഡായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. നമ്മുടെ ജോയിൻറ്റിൻ്റെ കുറച്ച് അപ്പുറം വരുന്ന രീതിയിൽ പിടിക്കുക. ഇനി ഇത് പിക് ഡബിൾ കോൺട്രാക്ഷൻ ആണ്. പിക് ഡബിൾ എന്ന് പറയുമ്പോൾ ഫുള്ള് താഴത്തേക്ക് വലിക്കുക. ഞാൻ 45 ഡിഗ്രി ചെരിയുന്നുണ്ട്. നേരെ അല്ല അടിക്കണ്. നേരെ അടിക്കുമ്പോൾ വെർട്ടിക്കലുള്ള മസിൽസ് ലാറ്റിന് നന്നായി വർക്കാവും. ഇപ്പം നമ്മൾ അപ്പർ ബോഡി ചെയ്യണോണ്ട് നമുക്ക് ട്രാപ്സും റയർ ഡെൽറ്റും കൂടി വർക്കാവണം. ഓക്കെ. അപ്പോൾ 45 ഡിഗ്രി ഒന്ന് ചെരിയണു, ഫുള്ള് വലിക്കണു, പകുതി പൊക്കണു, വീണ്ടും വലിക്കണു, പൊളിക്കണു. ഇനി ബ്രീത്തിങ് വലിക്കുമ്പോഴാണ് നമ്മൾ ടെൻഷൻ കൊടുക്കണം. അപ്പോൾ വലിക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തു, വീണ്ടും ബ്രീത്ത് എടുത്തു. ഞാൻ ബ്രീത്ത് ഔട്ട് ചെയ്തു, ബ്രീത്ത് എടുത്തു. ഇപ്പോഴാണ് ഒരു റപ്പ് ആവണത്. ഫുള്ള് വലിച്ച് പകുതി പൊക്കി വീണ്ടും താത്തിയിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഒരു റപ്പ് കേട്ടോ. നമ്മളടുത്തത് വരണത് അടുത്ത വർക്കൗട്ട് വരുന്നത് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആണ്. ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മിത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ബാറിൽ ചെയ്യാം, ഫ്രീ ബാറിലും ചെയ്യാം. ഓക്കെ. ഞാൻ സ്മിത്താണ് സെലക്ട് ചെയ്യാറ് കൂടുതൽ, മെയിൻലി കട്ടിങ് സമയമാകുമ്പോൾ. ഓക്കെ. ബെഞ്ച് പ്രസ്സിന് നമ്മൾ നേരെ മുകളിലേക്ക് പൊക്കി ഷോൾഡർ ജോയിൻറ്റ് ബാക്കിലേക്ക് ലോക്കാക്കി മെല്ലെ പിടിച്ചിറക്കണം. ഇപ്പോൾ നമ്മൾ ലോ ഡബിൾ കോൺട്രാക്ഷൻ. അപ്പോൾ മാക്സിമം താഴത്തേക്ക് എത്ര ഇറക്കാൻ പറ്റുമെന്ന് നോക്കുക. സ്ട്രെച്ച് ചെയ്യുക മാക്സിമം. പകുതി പൊക്കുക, വീണ്ടും ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണു, ഫുള്ള് ഇറക്കണു, പകുതി പൊക്കണു, വീണ്ടും ഇറക്കണു, പൊക്കണു കേട്ടോ. ബ്രീത്തിങ് നേരെ താഴത്തേക്ക് ഇറക്കുമ്പോൾ ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണു, വീണ്ടും താഴത്തേക്ക് ഇറക്കണു, ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണു. ഓക്കെ. ഹെവി ഒന്നും ഇതിന് ഇടേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം വെയിറ്റ് ഇട്ടാൽ മതി. നമുക്ക് അടുത്ത വർക്കൗട്ട് വരുന്നത് 5x1 ക്ലസ്റ്റർ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോളിക്ക് പോയിട്ട് താഴെ വരാൻ 10 സെക്കൻഡ് സമയം എടുക്കണം. അതാണ് മെയിനായിട്ട് നോക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മടക്കുമ്പോൾ 5 സെക്കൻഡ്, ഇറക്കുമ്പോൾ 5 സെക്കൻഡ്. 1 2 3 4 5 1 2 3 4 5. ഇങ്ങനെ നിങ്ങൾക്ക് 5 to 8 വരെ ചെയ്യാം. ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ 5 to 8 വരെ നിങ്ങൾ ചെയ്യാവുന്നതാണ്. 5 എണ്ണം അടിക്കുമ്പോൾ ധാരാളമാവും. പക്ഷേ നിങ്ങൾ എടുക്കുന്ന വെയിറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പോലെ ഇരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ഒക്കെ എഴുതി വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് അറിയാൻ പറ്റും. ഓക്കെ. എന്നത് ഓവർ ഹെഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷനാണ്. അത് ലോ ഡബിൾ കോൺട്രാക്ഷൻ ആണ്. ലോ ഡബിൾ കോൺട്രാക്ഷൻ. ഓക്കെ. ഡംബലെടുത്തു. നമ്മൾ ഇങ്ങനെ തന്നെ അടിപ്പിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നോർമൽ എങ്ങനെയാണ് നിങ്ങളുടെ കൈ പിന്നിക്ക് പോകണം അങ്ങനെ അടിക്കാം കേട്ടോ. ചിലവർക്ക് എനിക്കിങ്ങനെ പിടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പം ഞാൻ നോർമലി പൊക്കണ രീതിയിലുള്ള തരത്തിലാണ് എൻ്റെ കൈ ഞാൻ പിടിക്കാറ്. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ മുകളിൽ നിന്നാണ് വരുന്നത്. ഫുള്ള് താഴോട്ട് ഇറക്കി, പകുതി പൊക്കി, വീണ്ടും താത്തി, പൊക്കി. ഇപ്പോൾ ഒരു സെറ്റായിട്ടാ, അല്ല ഒരു റപ്പായിട്ടാ. അപ്പോൾ ബ്രീത്തിങ് താഴത്തേക്ക് ബ്രീത്ത് എടുക്കണു,
ബ്രീത്ത് ഔട്ട് ചെയ്യണു, വീണ്ടും ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണു. ഓക്കെ, ഡംബൽ ഷ്രഗ് നോർമലാണ്, ടെക്നിക്കൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ വെയിറ്റ് എടുക്കണം. നിങ്ങൾക്ക് പറ്റാവുന്നത് ഓവർ വെയിറ്റ് അല്ല, കൂടുതൽ വെയിറ്റ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനൊക്കെ ഒരു നോർമലി 12.5 ഒരു 15 റേഞ്ചൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ഒരു 12.5 അടിച്ചിട്ട് നോർമലി നമ്മൾ സ്ട്രെയിറ്റ് ആണ് പൊക്കുന്നത്, ബെൻഡ് ചെയ്ത് പൊക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നോർമലി ഫോക്കസ് ചെയ്യണത് കറക്റ്റ് മുകളിലത്തെ ട്രാപ്സിനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം വരണത് നേരെ അങ്ങോട്ടാണ്. അപ്പോൾ എത്ര സ്ട്രെച്ച് ആവണോ, എത്ര കോൺട്രാക്ട് ചെയ്യണോ അതിനനുസരിച്ചിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മിഡ് ട്രാപ്പിനായിട്ട് കിട്ടുക. ഈ ഭാഗത്തേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് തന്നെ പൊക്കാൻ ശ്രമിക്കുക. ഓക്കെ, പൊക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഇറക്കുമ്പോൾ ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, പിടിച്ചിറക്കുക. മാക്സിമം നിങ്ങൾ എത്ര പൊക്കാൻ പറ്റും നോക്കുക. ചിലവർക്ക് കഴുത്ത് നേരെ പിടിക്കുമ്പോൾ പൊക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കഴുത്ത് ഫ്രണ്ടിലേക്ക് ആക്കണം, തല ഫ്രണ്ടിലേക്ക് ആക്കണം. ബ്രീത്ത് ഔട്ട് ചെയ്യണു, ബ്രീത്ത് എടുക്കണം, ബ്രീത്ത് ഔട്ട് ചെയ്യണു, ബ്രീത്ത് എടുക്കണം. ഓക്കെ.